സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2-3 ദിവസത്തേക്ക് ലീവ് എടുത്തിരിക്കുക എന്ന് പറഞ്ഞ അച്ഛൻ രാവിലെ തന്നെ ഒരുങ്ങിപ്പോകുന്നത് കണ്ടപ്പോഴേ ദേവികയ്ക്ക് സംശയം തോന്നിയിരുന്നു. തൻ്റെയും നന്ദുവിൻ്റെയും പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ ആരെങ്കിലും കാണാൻ വേണ്ടി പോകുകയാണോ എന്നുള്ള കാര്യത്തിൽ. എന്നാൽ അമ്മയോട് ചോദിച്ചിട്ട് അമ്മയാണെങ്കിൽ വ്യക്തമായിട്ട് പറയുന്നില്ല. തൊട്ടു പിന്നാലെയാണ് അച്ഛനിങ്ങനെ അപകടം ഉണ്ടായി അതറിഞ്ഞ് ദേവികയും ശാരികയും രാധികയൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എന്നിട്ടും ആക്സിഡൻറ്റ് പറ്റിയതെന്നാണ് ഗിരി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തക്ക സമയത്ത് കെവിൻ്റെ വായാൽ തന്നെ ഗിരി പറഞ്ഞത് കള്ളമാണ്. അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയതൊന്നുമല്ല, നന്ദേട്ടൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടിയതാണെന്നുള്ള സത്യം ശാരിക അറിയുന്നു. തുടർന്ന് ആ സത്യം ദേവികയും അതുപോലെ രാധികയും അറിയിക്കുന്നുണ്ട്. ചേച്ചി വിചാരിക്കുന്നത് പോലെ അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയതൊന്നുമല്ല, അച്ഛനെ തല്ലിയതാ. ആര് തല്ലി? ആരാ മോളെ മാധവേട്ടനെ തല്ലിയതെന്ന് രാധിക ചോദിക്കുന്ന സമയത്ത് മറ്റാരാ? ചേച്ചിയുടെ ഹസ്ബൻഡ്. അല്ലെങ്കിൽ ഗിരിയേട്ടനോട് ചോദിച്ചു നോക്ക്. ഗിരിയേട്ടൻ എന്ത് വിചാരിച്ചു? ഏട്ടൻ കള്ളം പറയുമ്പോൾ ഞാനതങ്ങ് വിശ്വസിക്കുമെന്നോ? പക്ഷേ ഏട്ടൻ്റെ പതർച്ച കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു ഞങ്ങളോട് കള്ളം പറയുവാണെന്നോ. നിന്നോട് ഇതാരാ പറഞ്ഞ് എന്ന് ഗിരി ചോദിക്കുന്ന സമയത്ത് ആര് പറഞ്ഞാലെന്താ, ഞാൻ പറഞ്ഞതിൽ കള്ളമുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഗിരി പറയുന്നു ശാരിക പറഞ്ഞത് സത്യം തന്നെയാണ്. അബദ്ധം പറ്റിയതാണെങ്കിലും നന്ദൻ്റെ കൈകൊണ്ട് തന്നെയാണ് മാധവേട്ടന് പരിക്ക് പറ്റിയത് എന്ന് പറയുമ്പോൾ ദേവിക ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. പിന്നെന്തിനാ ഗിരീഷേട്ടൻ അന്നേരം കള്ളം പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്, ഇനി ഇതും കൂടി അറിഞ്ഞ് വീണ്ടും വലിയ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം മറച്ചു വെച്ചത്. അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഋഷിയുടെ കൂട്ടുകാർ ഋഷിയെ കാണാത്തതിൻ്റെ പേര് നന്ദനെ വന്ന് ചോദ്യം ചെയ്ത് ആക്രമിക്കുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് വന്ന ഞാനും മാധവേട്ടനും അവരെ പിടിച്ചു മാറ്റാൻ പോയ സമയത്താണ് ഇങ്ങനൊരു അപകടം ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങളും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പുറത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഞാനങ്ങനെ പുറത്ത് കൊടുക്കില്ല, കാരണം ഇതെൻ്റെ അച്ഛൻ്റെ കാര്യമാണ്, ഞാനിത് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ ചൂടായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതൊന്നും അറിയുന്നില്ല മുരളിയാണെങ്കിൽ ഫയൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോയല്ലോ. ഇവിടെ ഇതെന്തൊക്കെയാണ് നടക്കുന്നത്, എൻ്റെ ഭഗവാനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് രാധികയാണെങ്കിൽ ആ സമയം കരഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. അതേസമയം കെവിൻ ഇസബല്ലയുടെ വീട്ടിൽ നിന്ന് നന്ദനെ തിരികെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കെവിൻ്റെയും ഇസബല്ലയുടെയും നിർദ്ദേശപ്രകാരം തൽക്കാലം ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നന്ദനെ ഇസബല്ല എത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പറഞ്ഞ് കോംപ്രമൈസ് ആക്കും. അതിന് ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം വഷളാക്കിക്കൊണ്ട് പോകുന്നതിലാണ് തൻ്റെ നേട്ടം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇസബല്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള തിരിയാണ് കൊളുത്തി കൊടുക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ നന്ദനാണെങ്കിൽ കരുതുന്നത് കെവിനും ഇസബല്ലയും തൻ്റെ നന്മ ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് എന്നാണ്. അപ്പം വണ്ടിയിലിരുന്ന് നിർത്താതെ നന്ദനാണെങ്കിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ടെൻഷനും ഡിപ്രഷനും കൂടിയിട്ട് അപ്പോൾ ചോദിക്കുന്നു എൻ്റെ കയ്യാൽ തന്നെയാണ് അച്ഛൻ ഇങ്ങനൊരു അപകടം ഉണ്ടായെന്ന് ദേവിക അറിഞ്ഞാൽ എന്തായിരിക്കും അവൾ തീരുമാനിക്കുക? എനിക്ക് ആലോചിച്ചിട്ടൊരു പിടുത്തവുമില്ല. ഏത് സമയത്താണ് എനിക്ക് അങ്ങനെ അവിടേക്ക് ചെന്ന് നിൽക്കാനും അവരെ കണ്ട് ബഹളം ഉണ്ടാക്കാനും ആ സമയം അച്ഛൻ അങ്ങോട്ടേക്ക് വരാനും അച്ഛന് അടി കൊള്ളാനും ഒക്കെ സാഹചര്യമായത്. അങ്ങനെ പെറുപിറ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ വിഷമിക്കണ്ട, എന്തായാലും അവർ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലും വലിയ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള മാർഗം ഞാൻ നോക്കിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ഒരാളെ വിളിച്ച് ഞാൻ ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇടപെട്ട് നിൻ്റെ നിരപരാധിത്വം അയാൾ അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ ബോധിപ്പിച്ചോളും എന്ന് പറയുമ്പം നീ ആരെ വിളിച്ച് പറഞ്ഞെന്നാണ് പറയുന്നതെന്ന് നന്ദൻ ചോദിക്കുമ്പം അതൊന്നും നീ തൽക്കാലം അറിയേണ്ടെന്ന് കെവിൻ പറയുന്നു. അങ്ങനെ ചന്ദ്രോത്തെത്തി കാറ് നിർത്തുന്ന സമയത്ത് നന്ദൻ പറയുന്നു നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഈ സമയത്ത് ഞാൻ ഇപ്പോൾ ആൻറ്റിയെ കാണുന്നില്ല. ഒന്നിന് പറയാൻ ഒന്നായിട്ട് പ്രശ്നങ്ങളല്ലേ, അതിനെപ്പറ്റി ആൻറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? വേണ്ടടാ, പിന്നീടാകാം എന്ന് പറഞ്ഞ് കെവിനാണെങ്കിൽ തിരികെ പോകുന്നു. നന്ദനകത്തേക്ക് വരുന്ന സമയത്ത് പ്രഭാവതി പറയുന്നു ഇത്തിരി മുമ്പ് ദേവിക വിളിച്ചതേ ഉള്ളൂ. ദേവിക ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. സിദ്ധു വരുമ്പോൾ സിദ്ധുവിനോട് പറയണം അച്ഛൻ ഇതുപോലെ അപകടം പറ്റിയത് എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുമ്പം നന്ദു ചോദിക്കുന്നു മറ്റെന്തെങ്കിലും ചോദിച്ചോ? ഞാൻ കാരണം ഇങ്ങനൊരു അപകടം ഉണ്ടായെന്നെങ്ങാനും പറഞ്ഞോ? ഇല്ലടാ, അതൊന്നും പറഞ്ഞില്ല. ചോദിക്കുന്നതിന് മുമ്പിട്ട് ദേവിക ഫോൺ കട്ട് ചെയ്തു. ഹോസ്പിറ്റലിലേക്ക് ഞാനും കൂടി ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അതുകൂടി സമ്മതിച്ചില്ല. അവിടെ തൽക്കാലം അവരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതേസമയം സിദ്ധു ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ദേവിക വന്നില്ലെന്നും അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവിക അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ദേവികയുടെ വരവും മുഖവും കാണുമ്പോൾ തന്നെ പ്രഭാവതിക്ക് കാര്യം മനസ്സിലാകുന്നു. സത്യങ്ങളെല്ലാം അവൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം. അങ്ങനെ വന്ന ഉടനെ നന്ദു എന്തിയമ്മ? അപ്പോഴത്തേക്കും നന്ദു അതെല്ലാം മേളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. കാരണം ദേവികയുടെ ഒച്ച അത്രയ്ക്കും ഉണ്ടായിരുന്നു. അത് കേട്ട് നന്ദു ആണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത്
ഞാനും താനും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് കരുതി എൻ്റെ അച്ഛനെ തല്ലാൻ വേണ്ടിയിട്ട് തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ എന്ന് ചോദിച്ചുകൊണ്ട് ഷർട്ടിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചാരി വെക്കുന്നത് കാണുമ്പോഴത്തേക്കും സിദ്ധു ആകെ ഷോക്കാകുന്നു. മോളെ, നീ എന്തായി പറയുന്നത്? മാധവനെ ഇവൻ എന്ത് ചെയ്തെന്നായി പറയുന്നത്? എൻ്റെ അച്ഛനെ നന്ദു തല്ലി. ഞാനും നന്ദുവും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാനെങ്ങാണ്ട് പോയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചു. അച്ഛൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുക. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. സത്യമൊന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു എന്നും ചോദിച്ച് ദേവിക ചൂടാകുന്ന സമയത്ത് അതെല്ലാം കേട്ടുകൊണ്ട് സിദ്ധു അങ്ങോട്ടേക്ക് വന്നു നന്ദൻ്റെ കവിളിൽ ആഞ്ഞടിക്കുന്നു. അത് കണ്ട് ഷോക്കായി നിൽക്കുന്ന പ്രഭാവതിയും അതുപോലെ ദേവിയെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.